നമുക്ക് ആ കാർഡ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് മേലോട്ടിൽ സ്റ്റേ കിട്ടും. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കാണാം. HDFC ബാങ്കിൻ്റെ മേലോട്ട് മുംബൈ ഡൈനേഴ്സ് ക്ലബ് ഇന്റർനാഷണൽ ഇതാണ് പ്രയോറിറ്റി പാസ്. അദാനി ലോഞ്ച് കയറി. അദാനി ഈസ്റ്റിലായിട്ട് കാർഡ് വെച്ച് കയറാനുള്ളൂ. അദാനി ലോഞ്ച് വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് കേൾക്കേണ്ട ഐറ്റംസ് ആണ്. എയർവേസിൻ്റെ 380 ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഞങ്ങളെ റൂമിലെത്തി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഡേ 2. ഇന്ന് ഞങ്ങൾ നേരത്തെ എണീച്ച് എല്ലാം ഫ്രഷായി ഫുൾ പരിപാടി കഴിഞ്ഞ് ലഗേജൊക്കെ പാക്കാക്കി 5 മണിയാകുമ്പോൾ രാവിലെ 5 മണിയാകുമ്പോൾ വരെ ഇവിടുന്ന് നമ്മളെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, എയർപോർട്ടിലാക്കി തരും. അത് ഈ ഹോട്ടലിൻ്റെ പോളിസിയാണ്. നമ്മളിവിടെ സ്റ്റേ ആക്കുന്ന ഗസ്റ്റിന് എയർപോർട്ടിൽ ഡ്രോപ്പ് ഒന്നും, അതേപോലെ തന്നെ എന്താ പറയുക, അവിടെ നിങ്ങളുടെ അടുത്ത് കൊണ്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, എയർപോർട്ട് വിശേഷം, അതേപോലെ ഫ്ലൈറ്റ് ലോഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. ഇത് രാവിലെ 7:50 എയർ ഇന്ത്യ ഫ്ലൈറ്റിനാണ് പോണത്. അപ്പോൾ കൊച്ചിയിൽ ലോഞ്ച് ഉണ്ടാവും, മുംബൈയിൽ ലോഞ്ച് ഉണ്ടാവും, പിന്നെ സുവർണഭൂമി എയർപോർട്ട് ബാങ്കോക്ക് അറൈവ് ചെയ്യും. എന്ത് ചെയ്യാം, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ചെക്കൗട്ട് ചെയ്ത് വണ്ടിയിൽ എന്ത് ചെയ്യും, നമ്മൾ എയർപോർട്ടിൽ പോകും. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. പിന്നെ സെക്യൂരിറ്റി ചെക്ക് നോർമലി എല്ലാവർക്കും അറിയണ പോലെ തന്നെ എല്ലായിടത്തും പുറത്തേക്ക് ഇടണം. ഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം മറ്റേ ചെയിനും കാര്യങ്ങളൊന്നും വരിച്ചില്ല, ഓർണമെന്റ്സ് ബാക്കിയുള്ള എല്ലാത്തും പുറത്ത് കിട്ട്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളത്തെ ലോഞ്ച് കുപ്പയും കൊണ്ട് കിട്ടും. അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടത്തെ എർത്ത് ലോഞ്ച് ഐ തിങ്ക് അവിടെ എത്തിയിരിക്കും. നമ്മളിവിടെ എയർ ഇന്ത്യൻ്റെ പഴയ ലിവറിലുള്ള ഇതാണ്. പിന്നെ ഒരു ഇൻഡിഗോൻ്റെ ബോയിങ് ഇവിടെ കിട്ടുന്നുണ്ട്. മോർണിംഗ് വേണ്ട അത്യാവശ്യം ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പാസഞ്ചേഴ്സും ഉണ്ട്. ലോഞ്ച് ടൂർ എടുക്കാം നമുക്ക്. ഓക്കെ. ഇവിടെ നമുക്കൊരു കോഫി മെഷീൻ കാണാം. അത് ചില്ലറാണ് തോന്നുന്നത്, കോഫി മെഷീൻ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ടീ പൗഡേഴ്സ്, കോഫി പൗഡേഴ്സ് കാര്യങ്ങൾ, ഷുഗർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു മിൽക്ക്, ചില്ലർ മിൽക്ക് കാണാം, ഇവിടെ കാണാം. അതുപോലെ തന്നെ വെള്ളം. ഏർലി മോർണിംഗ് ആയിട്ട് എങ്ങനെയുണ്ട് ഫുഡ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കാണാം. പഴം, കപ്പ് കേക്ക്, അതേപോലെ തന്നെ യോഗട്ട്, സാലഡ്സ്, അതേപോലെ തന്നെ മഫിൻസ്, സാൻഡ്വിച്ച്. പിന്നെ ലൈവ് കൗണ്ടർ ക്ലോസർ ആട്ടോ ഏർലി മോർണിംഗ്. വടൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഡീടോക്സ് ജ്യൂസും ഓറഞ്ച് റിഫ്രഷറും, അതേപോലെ തന്നെ സാമ്പാർ, സ്റ്റീംഡ് ഇഡ്ഡലി, ഉപ്പുമാവ്, വെജിറ്റബിൾ ഉപ്പുമാവ്, കേരള സ്റ്റൈല് പോഹ, കടലക്കറി, ആൻഡ് വി ക്യാൻ സി ആലു പൊറാത്ത ആൻഡ് തവ പൊറാത്ത. പിന്നെ വട ഉണ്ട്, എന്താ എഗ്, മസാല കറി, നാടൻ കോഴിക്കറി, പിന്നെ സെയിം മഫിൻസ്, കപ്പ് കേക്ക്, ക്രൊസോണുണ്ട്, ബട്ടർ ക്രൊസോണ്, പിന്നെ നമ്മളെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന വിഷയം. ഇതായിട്ട് ഫ്രൂട്ടി മാത്രമേ ഉള്ളൂ തോന്നണം. പിന്നെ ഹണി, ജാമ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിവിടെ എയർ ഇന്ത്യ, ഇൻഡിഗോൻ്റെ ഒക്കെ ഡ്രീം ലൈനാണ് കാണുന്നത്. അതെ,
അതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഞങ്ങളുടെ അടുത്ത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വട, വട, ഉപ്പുമ, ഇഡ്ഡലി, വട, സാമ്പാർ, നല്ല സുഖം. ഫ്ലൈറ്റ് സ്പോട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഓക്കെ, ചട്നി ഭയങ്കര തണുപ്പ്, പിന്നെ അതേപോലെ തന്നെ വട തണുത്തക്കണം ഓക്കെ, പിന്നെ സാമ്പാർ ഓക്കെയാണ്. നമ്മുടെ ഈ വിദേശയാത്ര തന്നെ ഡൊമസ്റ്റിക് യാത്ര ആയാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ലോഞ്ച് എന്ന് പറഞ്ഞത്. നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാനും, ഫ്രീ അല്ലെങ്കിൽ 2 രൂപ ഒരു ചാർജ് ആക്കും, ഫുഡ് കഴിക്കാനും അതേപോലെ റിലാക്സ് ആയിരിക്കാനും. നമ്മൾ ആ ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ കാത്തിരിക്കണേക്കാളും എത്രയോ ബെറ്ററാണ് ഫ്ലൈറ്റ് കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് ആ കപ്പിയിൽ റെസ്റ്റ് എടുത്ത് ഇനി വേണമെങ്കിൽ ചില ലോഞ്ചിൽ സ്ലീപ്പിംഗ് ഏരിയ ഉണ്ടാവും, ഷോവർ ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും ഓരോ ലോഞ്ചിൽ. അപ്പോൾ ഈ കൊച്ചി എയർപോർട്ടിൽ ഈ ലോഞ്ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഏകദേശം നമുക്ക് നല്ല സോഫ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അതിലിരുന്ന് ഉറങ്ങാനും എങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇതിൻ്റെ എൻട്രൻസ് തന്നെ ചിലപ്പോൾ നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് കാർഡ് വെച്ച് കയറാം, അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് കയറേണ്ടി വരും. പൈസ കൊടുത്ത് കയറുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്, അത് നമുക്ക് നഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരും, 2000-3000 റേറ്റ് ഒക്കെ വരും ഓരോ ലോഞ്ചിൽ കയറാൻ വേണ്ടി. അതിൽ 10,000 വരും. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് യൂസ് ആക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഏതൊക്കെ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് HDFC ബാങ്കിൻ്റെ മാരിയോട്ട് ബോൺവോയ്, അതേപോലെ തന്നെ ഡൈനേഴ്സ് ക്ലബ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ വൈഫിന് അതിൻ്റെ ഒരു ആഡ് ഓൺ കാർഡ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും എന്ത് ചെയ്യും, അത് വെച്ചിട്ട് കയറാം. അത് ഞാൻ കാണിച്ചത് ജസ്റ്റ്. ഓക്കെ, HDFC ബാങ്കിൻ്റെ മാരിയോട്ട് ബോൺവോയ് ഡൈനേഴ്സ് ക്ലബ് ഇന്റർനാഷണൽ, ഇത് നമുക്ക് ഇന്റർനാഷണൽ കാർഡാണ്. ഏത് ഇന്റർനാഷണൽ ലോഞ്ച് ആയാലും ഡൊമസ്റ്റിക് ലോഞ്ച് ആയാലും നമുക്ക് യൂസ് ആക്കാം. ഇത് വെച്ചിട്ട് ഞാൻ ഖത്തറിലും ദുബായിലൊക്കെയാണ് ഈ ലോഞ്ച് യൂസ് ആക്കിയത്. ഇത് നമുക്ക് പ്രയോറിറ്റി പാസ് ഉള്ള കാർഡ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി പാസ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് ഞാൻ കാണിച്ചത്. ഇതാണ് പ്രയോറിറ്റി പാസ്. അല്ലേ, പ്രയോറിറ്റി പാസ് എന്ന് പറയാം. ഈ കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ആക്കാം. ഏറ്റവും HDFC യൂസ് ആക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കാർഡാണ്. ഇതിൻ്റെ റിഗാലിയ കാർഡ് ഉണ്ട്, പിന്നെ SBIൻ്റെ ഒരുപാട് കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഒന്നെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വിദേശയാത്ര അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യാത്ര നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാസിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അത് വാങ്ങുക. അത് ഇയർലി മെമ്പർഷിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, അതേപോലത്തെ ബാങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യുക യൂസ് ആക്കുക. ക്രെഡിറ്റ് കാർഡ് യൂസ് ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ കാർഡിന് വരുന്നത് ചാർജ് 3000 ഇയർലി ചാർജ്. അത് റിന്യൂ ചെയ്യുമ്പോൾ 3000 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. അക്കൗണ്ട് മീൻസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് അത് പോകും. പിന്നെ നമ്മളത് അടച്ചെടുത്ത 3000. പക്ഷേ ആ 3000 എനിക്ക് എത്രയോ ബെറ്ററാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ കാർഡ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് മെരിയോട്ടിൽ സ്റ്റേ കിട്ടും. മെരിയോട്ടിൻ്റെ ഹോട്ടലിൽ 15,000 പോയിന്റ്സിൻ്റെ താഴെയുള്ള റൂമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നിൽക്കാം. നമുക്ക് കൊച്ചിയിൽ എമിറേറ്റിയിൽ നിൽക്കാം, കോർട്ട്യാർഡ് ബൈ മെരിയോട്ടിൽ നിൽക്കാം. അതേപോലെ തന്നെ ഒരുപാട് ഹോട്ടൽ 4 പോയിന്റ്സ് ബൈ ഷെറാട്ടൺ, അങ്ങനെ ഒരുപാട് ഹോട്ടലിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊച്ചിയിൽ നിൽക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലും ലോകത്ത് എവിടെ വേണമെങ്കിലും നിൽക്കാം ഇത് വെച്ചിട്ട്. കാരണം അപ്പോൾ ഏകദേശം ഒരു 3000 രൂപ മന്ത്ലി ഇയർലി നമ്മൾ ചിലവാക്കിയാൽ ആ കാർഡിന് നമ്മൾ ചിലവാക്കി നമ്മൾ കിട്ടുന്നത് 10,000 രൂപേൻ്റെ സ്റ്റേ ആണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് എലൈറ്റ് സ്റ്റാറ്റസ് കിട്ടും. നമുക്ക് പ്രയോറിറ്റി ലൈറ്റ് ചെക്കൗട്ട് കാര്യങ്ങളൊക്കെ കിട്ടും ആ കാർഡ് വെച്ചിട്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാർഡ് യൂസ് ആക്കുമ്പോൾ നമുക്ക് മാരിയോട്ട് ബോൺവോയ് പോയിന്റ്സ് കയറും. ആ കാർഡ് വെച്ചിട്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഗോൾഫ് കോഴ്സ് എൻട്രൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഗേൾസ് എന്ന് പറഞ്ഞൊരു ക്യാബ് വന്നിട്ടുണ്ട് യൂറോപ്യൻ കൺട്രീസിലുള്ള, അത് നമുക്ക് എൻട്രൻസ് ഉണ്ട്, അതിലെന്തോ സ്റ്റാറ്റസ് ഉണ്ട്. പിന്നെ ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ കാർഡ് വെച്ച് നമ്മൾ എത്രത്തോളം ചിലവാക്കുന്നു അത്രത്തോളം നമുക്ക് മാരിയോട്ട് ബോൺവോയ് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ഒരു 6000, 8000, 10,000 പോയിന്റ്സ് ആയി നമുക്ക് ഫ്രീ സ്റ്റേ കിട്ടും. അത് കൂടാതെ നമ്മൾ മെമ്പർഷിപ്പ് റിന്യൂവലിൽ നമുക്കൊരു ഫ്രീ സ്റ്റേ കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടലി 3000 ചിലവാക്കി നമുക്ക് ഒരുപാട് തവണ ലോഞ്ച് യൂസ് ആക്കാം. അതേപോലെ തന്നെ ഫ്രീ മാരിയോട്ട് സ്റ്റേ കിട്ടും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഓഫേഴ്സ് ഉണ്ടാവും. 3 മാസത്തിനുള്ളിൽ 5 ലാഖ് ചിലവാക്കിയാൽ നമുക്ക് ചിലപ്പോൾ 5000 ബോണസ് പോയിന്റ്സ് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ സ്റ്റേ കിട്ടും മാരിയോട്ടിൻ്റെ ഹോട്ടൽസ്. അത് ഇവിടെ നിന്നല്ല, നമുക്ക് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെ വേണമെങ്കിലും ആ പോയിന്റ്സ് വെച്ച് നമുക്ക് നിൽക്കാം. ഇപ്പോൾ ഈ ഡൈനേഴ്സ് ക്ലബ് കാർഡ് വെച്ച് നമുക്ക് ഇയർലി 12 തവണ ലോഞ്ച് യൂസ് ആക്കാവുന്നതാണ്, ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ. അപ്പോൾ എനിക്ക് എന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എർത്ത് ലോഞ്ച് കയറി കൊച്ചിയിൽ. നെക്സ്റ്റ് ബോംബെയിൽ അദാനി ലോഞ്ച് ഉണ്ട്. അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക, അവിടെ നിന്ന് വേണമെങ്കിൽ ഫുഡ് കഴിക്കുക, അവിടെ ഷോവർ ചെയ്യുക.
അവിടെ സ്ലീപ്പിംഗ് റൂമിൽ നമുക്ക് ഉറങ്ങാം, എന്തും ചെയ്യാം. ഇത്ര ഉപകാരമുള്ള കാര്യമാണ് ഈ ലോഞ്ച് എന്ന് പറഞ്ഞത്. നമുക്ക് പോകേണ്ട മുംബൈയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റാണ് വരുന്നത്. പണ്ടത്തെ വിസ്താര വേഗം ഏറ്റെടുത്തിട്ടത് നമ്മളെ ഗേറ്റാണിത്, ബോർഡിംഗ് ഗേറ്റ്. ഫ്ലൈറ്റ് അത് വന്നുകൊണ്ടിരിക്കണം. ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുന്നത് A320 ആണെന്നാണ്. A320 251. നല്ല സൺറൈസ് കാണാം അവിടെ നിന്ന്. കണ്ടോ, നമുക്ക് പോകേണ്ട വിസ്താരൻ്റെ ഫ്ലൈറ്റാണ്. ഇവിടെ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. അങ്ങനെ ഫ്ലൈറ്റ് കയറി, അങ്ങനെ ഞങ്ങൾ ബോർഡിങ് ചെയ്തു, സീറ്റിലെത്തി. സെയിം വിസ്താരൻ്റെ ഒരു ചേഞ്ച് വരുത്തില്ല. വിസ്താരൻ്റെ അതേ സീറ്റ്, കുറച്ച് ഭയങ്കരം, കുറച്ച് ഓൾഡ് ആയിക്കണം സംഭവം, എന്നാലും കുഴപ്പമൊന്നുമില്ല. എയർ ഇന്ത്യൻ്റെ മാഗസിൻ, നമസ്തേ മാഗസിൻ. പിന്നെ അതേപോലെ തന്നെ ഇൻഫോർടൈൻമെൻ്റ് ഒന്നുമില്ല. ആക്കാനാക്കി 50-നുള്ള ഫ്ലൈറ്റ് 7:41 പുഷ് ബാക്ക് ചെയ്ത് ഓൺ ടൈം എയർ ഇന്ത്യ. അങ്ങനെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫിനായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. സ്ട്രീം എന്ന് പറഞ്ഞിട്ട് connect from your laptop, tablet or smartphones. Connect Vistara network or Vista network. അങ്ങനെ ഫുഡ് എത്തി. ഞാൻ പറഞ്ഞത് നോൺ വെജ്, അതുപോലെ തന്നെ എൻ്റെ വൈഫ് പറഞ്ഞത് വെജാണ്. നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വെജ് പൊട്ടിച്ചോ. നോർമലി കട്ട്ലറീസ് ഉണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു അമൂളിൻ്റെ ബട്ടർ, ഒരു അമൂളിൻ്റെ സ്റ്റിയർഡ് ഫ്രൂട്ട് യോഗട്ട്, ഒരു ബണ്ണ്, പിന്നെ അതേപോലെ തന്നെ മെയിൻ കോഴ്സ് എന്താ നോക്കാം നമുക്ക്. യെസ്, ദോശ, സാമ്പാർ, വട ഉണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, അതേപോലെ തന്നെ അമൂളിൻ്റെ യോഗട്ട്, അമൂളിൻ്റെ ബട്ടർ, ഒരു ബണ്ണ്, അതുപോലെ തന്നെ എന്താണ് മെയിൻ കോഴ്സ് നോക്കാം. യെസ്, മുട്ടയും ഓംപ്ലേറ്റും, അതുപോലെ തന്നെ കട്ട്ലൈറ്റ്, പിന്നെ ഒരു ചട്നി. ഇതാണ് നോൺ വെജ് വരുന്നത്. പിന്നെ എയർ ഇന്ത്യൻ്റെ ലോഗോ ഉള്ള അടിപൊളി ബുധൻ. ഞങ്ങളായിട്ട് ചായ പറഞ്ഞു, ചായ അടിപൊളി, രണ്ടാൾക്കുള്ള ഗ്ലാസ് അടിപൊളി ലോഗോ ഉണ്ട്. ക്യാൻറ്റീൻ ടൈമായി. एयर इंडिया को मुंबई में समय से 35 मिनट पहले आगमन करते हुए खुशी है। मुंबई के छत्रपति शिवाजी महाराज अंतर्राष्ट्रीय हवाई अड्डे टर्मिनल 2 में आपका स्वागत है। बाहर का तापमान മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. ഇതാ സ്റ്റെപ്പ് ഇറങ്ങി. നമ്മളെത്രയും കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിച്ച എൻജിനാണിത്. ഇൻഡിഗോ വിസ്താര നമ്മളെ കൊണ്ടവണ ബസ് ഗേറ്റ്. പുതിയ ലൈബ്രറി ഇവിടെ കാണാം. വി റീച്ച്ഡ് ഛത്രപതി ശിവജി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ എത്തിയേക്കാണ്. ഇവിടെ ബസ്സിൽ നമ്മളാക്കി തന്ന അറൈവൽ, ഡൊമസ്റ്റിക് അറൈവൽ കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഫൗണ്ടെയിൻ ഇവിടെ കാണാം, വാട്ടർ ഫൗണ്ടെയിൻ. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ട്രാൻസ്ഫർ എടുക്കാൻ പോകട്ടോ. നമ്മൾ ട്രാൻസ്ഫർക്ക് ഇവിടെ നിന്ന് ഡിപ്പാർച്ചേഴ്സ്. ഓക്കെ,
ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഞാൻ എലിവേറ്റർ എടുത്ത് മോൾക്ക് പോയിട്ട് വീണ്ടും ഉണ്ടാവും സെക്യൂരിറ്റി ചെക്ക്, എമിഗ്രേഷൻ എല്ലാം ഉണ്ട്. എന്തായാലും പോയൊക്കെ നമുക്ക്. മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടത്തെ ഡ്യൂട്ടി ഫ്രീ നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ കാണാം. ഒരുപാട് ബ്രാൻഡ്സ്, രുചി, പെക്കോറോപ്പാന്, കരുണ, ഹെററ, അർമാനി, YSL, ഡിയോർ എല്ലാം കാണാം. അതുപോലെ കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്പ്, കോസ്മെറ്റിക് ഷോപ്പ്. അതായത് അടിപൊളി ഡ്യൂട്ടി ഫ്രീ ആണ് ഇവിടെ. ബോസ്, ക്ലോ, ജോമെലോൺ, ടോം ഫോർഡ്, എല്ലാ ബ്രാൻഡിൻ്റെ പെർഫ്യൂം, വേഴ്സാച്ചി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ അടിപൊളി കേട്ടാണ്, അടിപൊളി ഇൻറ്റീരിയറാണ്. ഇവിടെ ഒരുപാട് കഫേ എല്ലാം കാണാം. എന്തായാലും നമുക്ക് ലോഞ്ച് പോവാം. അതാണ് ഈ ലോഞ്ച് നേരെയാണ് കാണിക്കണേ. ലോഞ്ച് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോഴും മറ്റേ പ്രീമിയം എക്കോണമി ബിസിനസ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിനുള്ള ഫസ്റ്റ്. ഇവിടെ നമ്മൾ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റ് സ്പോട്ടിങ് ചെയ്യാം. വിസ്താര, ഇൻഡിഗോ, എയർ ഇന്ത്യ. അതേപോലെ തന്നെ നമുക്ക് ലാൻഡിങ് ദൂരെ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ പോയൊക്കെ എന്തായാലും. ഈ സൈഡിൽ ഫുള്ള് സോഫ സിറ്റിങ്സ് ആണ്. ഫുഡിൻ്റെ ഏരിയ വരുന്നത് ബീവറേജ് ഏരിയ ആണ്, അതിനുള്ളിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ വേണമെങ്കിൽ ഒരു കോഫി കുടിക്കാം. ഇവിടെ ഒരു ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കവേർഡായിട്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മളെ ഏരിയ, ഫുഡിൻ്റെ ഏരിയ. ഇവിടെ നമുക്ക് കോഫി അതുപോലെ തന്നെ കോള എല്ലാം കിട്ടും. ആൻഡ് യു ക്യാൻ സീ മഫിൻസ് കാണാം, കേക്ക്സ് കാണാം, പിന്നെ ഹണി, അങ്ങനത്തെ ഐറ്റംസ്. ഈ ബ്രെഡൊക്കെ യൂസ് ആക്കണം. ഇപ്പോഴും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതെന്താ, ഡാനിഷാണ്, പെപ്പർ ഡാനിഷാണ്. അതുപോലെ തന്നെ സ്വീറ്റ്സ് ആയിട്ട് ഗുലാബ് ജാമുൻ ഉണ്ട്, പിന്നെ ആലു പൊറാത്ത, അതേപോലെ തന്നെ ഓട്സ്, ഇഡ്ഡലി, ചെറിയ ഇഡ്ഡലി, മിനി ഇഡ്ഡലി, സാമ്പാർ. ആൻഡ് വടാപ്പാവ് ഉണ്ടാക്കണമെങ്കിൽ വടാപ്പാവ് ഉണ്ടാക്കാം. സാലഡ്സ്, എഗ്ഗ്, അതേപോലെ സോസേജ് ഉണ്ട്. സാലഡ്സ്. ഇവിടെ നമുക്ക് യോഗേർട്ട്, അതേപോലെ തന്നെ ഫ്രൂട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ കാണാം. ഹോൾ ഫ്രൂട്ടും കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റി യോഗേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ട് കാണാം. എന്തായാലും ഇവിടെയും സോഫ തന്നെയാണ്. ഇവിടെ ഒരു കവേർഡായിട്ട് പ്രൈവസിയിലിരിക്കാൻ പറ്റിയൊരു ഏരിയ ഇവിടെ. പിന്നെന്താ, മൈക്രോകോസിൻ്റെ ബാഗ് വിൽക്കാനുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു സ്ലീപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, സ്പാ സെക്ഷൻ. നല്ല സോഫ്റ്റ്വെയർ ക്ലീൻ ചെയ്യാൻ പറ്റിയ സീറ്റാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റ് കാണാം. ഇഷ്ടംപോലെ ഇൻഡിഗോ, എയർ ഇന്ത്യ, ഫുള്ള് ഇൻഡിഗോ, എയർ ഇന്ത്യ. ഞങ്ങളിപ്പോൾ ഈ സ്ലീപ്പിംഗ് ഏരിയ, സ്ലീപ്പിംഗ് അല്ല, റിക്ലൈനിങ് സീറ്റ് ഇവിടെ വന്നിരുന്നു. ഇപ്പോഴും അദാനി ലോഞ്ചിലാണ്. ഇവർ ഇവിടെ എന്താ പറയുക, മെനു ചേഞ്ച് ചെയ്തെന്ന് പറയാം. അപ്പോൾ പോയൊക്കെ എന്തൊക്കെയാണ് ലഞ്ചിന്. ഡെസേർട്ട്സൊക്കെ സെയിം തോന്നുന്നത്. ഒരു കേക്കും അതുപോലെ ലഡു എക്സ്ട്രാ വന്ന്, ഈ കേക്ക് എക്സ്ട്രാ, ബാക്കിയുള്ളതൊക്കെ സെയിം. ഹണി, അങ്ങനത്തെ ബ്രെഡ്, ഡാനിഷ് ഐറ്റംസ്. ഇവിടെ നമുക്ക് കുറച്ച് ഗ്രീൻ പീസ്, ഒലീവ് സീഡ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കാണാം. സാലഡ്സിൻ്റെ ഇവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക, കോൺ, അതേപോലെ തന്നെ സാലഡ്സ് കാര്യങ്ങളൊക്കെ കാണാം. ബീട്രൂട്ട്, ക്യാരറ്റ്, ലെമണ്, അതേപോലെ തന്നെ കുറേ സീഡ്സ്, ഗ്രീൻ പീസ് എല്ലാം സെയിം. ഇവിടെ സെയിം ലെറ്റ്യൂസ്, ക്യാരറ്റ്, മുളപ്പിച്ച പയർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ആൻഡ് പാസ്ത ഇപ്പോൾ ഇവിടെ സെറ്റാക്കണത് കാണാം. ഇവിടെ നമുക്ക് ഇവിടെ അലൗഡല്ല, കാരണം 12:00 വന്നാൽ സ്റ്റാർട്ട് ചെയ്യല്. ഇവിടെ ബോട്ടിൽ വാട്ടറും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ കോഫി, ടീ, ഇവിടെ ഹോട്ട് വാട്ടർ, കോഫി, അങ്ങനത്തെ ഐറ്റംസ്. ഇത് ക്യാപിച്ചിനോ മെഷീൻ. യെസ്, ഒരു കൊക്കക്കോള വാങ്ങി. അവിടെ മൊയ്ത്തോസ് ഒന്നും അവൈലബിൾ അല്ല. അവിടെ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ, ആൽക്കോളിക് ഡ്രിങ്ക്സ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കക്കോള, സ്പ്രൈറ്റ്, അങ്ങനത്തെ ഐറ്റംസ്. ഇവിടെ നമുക്ക് ഒരുപാട് വിസ്താര, ഇൻഡിഗോ, എയർ ഇന്ത്യ ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാം.
ഏകദേശം ടൈം 11:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ 11-12 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 1:30ക്കാണ് ഫ്ലൈറ്റ്. കുറച്ച് കോണും അതേപോലെ തന്നെ ഒലീവ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് കേൾക്കാൻ. അദാനി ലോഞ്ച് വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് കേൾക്കേണ്ട ഐറ്റംസ് ആണ്. എന്താ പറയുക, ഒന്ന് ഈ ലഡു, രണ്ടാമത് നേരത്തെ ഒരു ഗുലാബ് ജാമുൻ ഇല്ലേ അതും. ബാക്കിയുള്ള നിങ്ങൾ ഇഷ്ടം, പക്ഷെ ഇത് മസ്റ്റ് ട്രൈ ചെയ്യാം. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, ഇപ്പോൾ നെയ്യൊക്കെ അത്രയും പ്രീമിയം ക്വാളിറ്റി പോകുന്നുണ്ട്. പിന്നെ അദാനി ലോഞ്ചിൽ ഞാൻ കയറിയത് കാർഡ് വെച്ചിട്ടല്ല കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ വൗച്ചർ വെച്ചിട്ടാണ്. അത് ടാറ്റ ന്യൂച്ചിലെ സീക്രട്ട് കാർഡ് ഉണ്ട്. അത് നമ്മൾ ഒരു മാസം ഒരു ക്വാർട്ടർലി ആവുന്നതാണ്. ഒരു 3 മാസം കൂടുമ്പോൾ 50,000-60,000 ആ കാർഡ് വെച്ച് നമ്മൾ ചിലവാക്കിയാൽ നമുക്ക് ഏകദേശം 2 വൗച്ചർ കിട്ടും. അങ്ങനെ 2 വൗച്ചർ ഞാൻ കാണിച്ചുതരാം. കണ്ടല്ലേ, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു QR കോഡ് ഉണ്ടോ? ഈ QR കോഡ് അവിടെ കാണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ലോഞ്ച് കയറാം. അങ്ങനെ 2 വൗച്ചർ എനിക്കുണ്ട്. ആ 2 വൗച്ചർ വെച്ചിട്ടാണ് ഇവിടെ കയറിയത് ഈ അദാനി ലോഞ്ചിൽ. വേണമെങ്കിൽ ആ ഡൈനസ് ക്ലബ്ബ് കയറി. ഡൈനസ് ക്ലബ്ബ് കയറുമ്പോൾ കാർഡ് വെച്ച് കയറാനുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ അത് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് ആ അദാനി ലോഞ്ച് കൊടുത്ത് ഡിപ്പാർച്ചർ ടൈം എല്ലാം കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കയറാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടാറ്റ ന്യൂ ക്രെഡിറ്റ് കാർഡ്, HDFCൻ്റെ ടാറ്റയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ്. അത് നല്ല കാർഡാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഇത് കിട്ടും. അതിൽ നമുക്ക് എയർ ഇന്ത്യൻ്റെ സിൽവർ എലൈറ്റ് മെമ്പർ, അതേപോലെ തന്നെ താജിലെ സിൽവർ എലൈറ്റ് മെമ്പർ, പിന്നെ ഏതായിരുന്നു ഒരുപാട് അവരുടേതായ ബന്ധപ്പെട്ട എല്ലാത്തിലും നമുക്ക് പ്രയോറിറ്റി ബോർഡിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും. നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം ഫ്ലൈറ്റ് കാണാനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ഡൽഹി. ബാംഗ്ലൂർ കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലൈറ്റ് സ്പോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാം. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് കയറാൻ പോവാണ് കേട്ടോ. എയർ ഇന്ത്യ പുതിയ ലൈബ്രറി, എയർ ഇന്ത്യ ഫുള്ളി റീഫർബിഷ്ഡ് പുതിയ ലൈബ്രറി. വിമാനത്തിൽ ഇന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നപ്പോൾ പറയണം. സീറ്റ് പുതിയ സീറ്റാണ്, നല്ല സീറ്റാണ്, അടിപൊളി സീറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്. അതെ, പിന്നെ സെയിം എയർ ഇന്ത്യൻ്റെ മാഗസിൻസ് A320 സീരീസ് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല. അതേപോലെ തന്നെ സീറ്റിലൊക്കെ എയർ ഇന്ത്യൻ്റെ ഒരു ഇത് കാണാം, മാർക്കിങ്സും കാര്യങ്ങളൊക്കെ. ഇതൊരു അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പുതിയ എയർ ഇന്ത്യൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ ചാർജ് സോക്കറ്റ് USB ഉണ്ട്, 60 വാട്ട്. അതേപോലെ തന്നെ ഇവിടെ പൗച്ച്. ഏകദേശം 1 മണിക്കൂറായി തുടങ്ങി. ഇത് AC തണുപ്പായിരിക്കുക. ഫാനിന് പറഞ്ഞിട്ട് തണുപ്പൊന്നുമില്ല, ഭയങ്കര ചൂട്. എല്ലാവരും വീശിക്കൊണ്ടിരിക്കുക. ടേക്ക് ഓഫ് ചെയ്ത ഏകദേശം 1:30. कृपया ध्यान दीजिए, हम टेक ऑफ के लिए तैयार है। कृपया अपना सामान ऊपर वाले सामान कक्ष सामने वाले सीट के नीचे रखें। अपनी सीट सीधी रखें, सीट बेल्ट बांध लिए, टेबल बंद कर दे और उसके स्विच को खुला रखें। പറയണെന്ന് വെച്ചാൽ ഇപ്പോൾ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുള്ളൂ. അത് റെഡി ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അവർ ഓൾറെഡി എയർപോർട്ടിൽ ക്യാപ്റ്റന് എന്തായാലൊക്കെ എന്താ പറയുക അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും നോക്കാം, എത്ര ടൈം എടുക്കും. അപ്പോൾ റെഡി ആയി വരേണ്ട തോന്നുന്നുണ്ട്. എഞ്ചിൻ ഓൺ ആക്കി സൗണ്ട് കിട്ടും. ചെയ്തിട്ട് ഇപ്പോൾ വിമാനം ഇപ്പം അങ്ങനെ സ്ട്രൈറ്റ് ആയി പോകും. എൻജിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ് നമ്മളത്. ഇവിടെയൊക്കെ ഫ്യൂവലാവും, പൊട്ടിത്തെറിച്ച് ആദ്യം പോകും. മുകളിൽ നമുക്ക് ചന്ദ്രനൊക്കെ ഇടാം. മെയിനായിട്ട് ഞാൻ മോർണിംഗ് ഫ്ലൈറ്റ് എടുക്കാൻ കാരണം എന്താണ്, ഫുൾ മോർണിംഗ് ഫ്ലൈറ്റ് എടുത്തത് നമുക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ. എന്തായാലും ബാങ്കോക്ക് എത്തുമ്പോൾ നൈറ്റ് ആവും. കാരണം ഇന്ത്യനേക്കാൾ 1.5 മണിക്കൂർ മുമ്പാണ് അവർ. സോ നമ്മളവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫുഡ് കിട്ടിയിരിക്കണം കേട്ടോ. ഒരു കുപ്പി വെള്ളം, ടാറ്റ അമൂളിൻ്റെ ബട്ടർ, പിന്നെ ഒരു പാസ്ത, പിന്നെ ഗുലാബ് ജാമുൻ ഡെസേർട്ട്, കട്ട്ലറീസ് ആൻഡ്
ലാസ്റ്റ് നോൺ വെജ് ആണ് ഞങ്ങൾ പറഞ്ഞത്. മേ ബി തായ് സ്റ്റൈൽ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ആവണം. യെസ്, തായ് സ്റ്റൈൽ വൈറ്റ് റൈസും ചിക്കൻ കറി കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. വൈറ്റ് റൈസും അതേപോലെ തന്നെ ചിക്കൻ കറി, വൈറ്റ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു പാസ്തിങ് കുഴപ്പമില്ല, ഗുലാബ് ജാമുനും കുഴപ്പമില്ല. നല്ല ചില നമുക്ക് ഇൻ ഫ്ലൈറ്റ് ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നമ്മളിതിലൊരു QR കോഡ് ഉണ്ട്. ആ വിസ്റ്റ സ്ട്രീം എന്ന് പറഞ്ഞാൽ ആ QR കോഡ് സ്കാൻ ചെയ്ത് വൈഫൈ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇൻ ഫ്ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് കാണാം. അതിൽ നമുക്ക് മൂവീസ് ഉണ്ട്, TV, പിന്നെ ഫ്ലൈറ്റിൻ്റെ മാപ്പ് കാര്യങ്ങളൊക്കെ കാണാം. മൂവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവീസ്, ഇന്ത്യൻ റൊമാൻസ്, ഹോളിവുഡ്, പെട്രോട്ടിക്, ഇന്ത്യൻ ആക്ഷന്, ഹോളിവുഡ് ആക്ഷന്, ഇന്ത്യൻ കോമഡി, ഹോളിവുഡ് കോമഡി, കിഡ്സ്, ഇന്ത്യൻ ഡ്രാമ, നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം. അപ്പോൾ ഇത് നമുക്ക് ലാപ്ടോപ്പിലോ അതേപോലെ തന്നെ ടാബിലോ നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്യാം. ബോറടിക്കില്ല എന്തെങ്കിലും ഫ്ലൈറ്റ് പോകുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മാപ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം ബർഹാംപൂറിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു കോഫി ഇട്ട് ലാസ്റ്റ് മിൽക്ക് കുറച്ചുള്ളൂ, ഭയങ്കര സ്ട്രോങ്ങാണ്. അടിപൊളിയായിട്ട് കണ്ട സൺസെറ്റ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 4:50 ആയിട്ടുള്ളൂ, പക്ഷെ ഇവിടെ ഏകദേശം 6 മണിയായി. ഇവിടെ ഇപ്പോൾ ഏകദേശം ഫുള്ളി ഇരുട്ടായിട്ടോ. അങ്ങനെ നമ്മൾ ലാൻഡിങ് ആയി സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട് ബാങ്കോക്കിൽ ലാൻഡ് ചെയ്യാൻ. നന്നൊരു ലാൻഡിങ് ആക്കിട്ടെടുക്കാൻ. പ്ലെയിന് മൊത്തത്തിൽ കിടന്ന് കിടങ്ങുന്നുണ്ട്. തായ് എയർവേസ് ആണ്, നമുക്ക് ഖത്തർ എയർവേസിൻ്റെ A380 ആണ്. തായ് എയർവേസിൻ്റെ Boeing 777 ആണ്. ഇഷ്ടംപോലെ തായ് എയർവേസ് ഉണ്ട്. ഖത്തർ എയർവേസിൻ്റെ A380 ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഖത്തർ എയർവേസ് A380 ഇതാണ് ഈ എയർപോർട്ടിൽ കുറേ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റ് A380 ആണ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഡബിൾ സൈസ് ഉണ്ട്, ഡബിൾ സൈസ് ഉണ്ട് തോന്നുന്നു. ജപ്പാൻ്റെ ANA Boeing 787 ആണ്, ഡ്രീം ലൈനർ. ജപ്പാൻ്റെ ANA. और वियतनाम एयरलाइंस एयरबस 321 A321 एयरबस वियतनाम एयरवेज. ഞമ്മക്ക് ഇറങ്ങേണ്ട എയറോ പിടിച്ച് കൺട്രോൾ ആക്കുന്നതാണ്. എല്ലാം ഇറങ്ങി ഗൈസ്. ഇമിഗ്രേഷനും നോക്കട്ടെ എന്തൊക്കെ പരിപാടി പോയോക്കട്ടെ. യെസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് കറൻസി ഒക്കെ എക്സ്ചേഞ്ച് ആക്കി. ഇവിടെ $1 29.29 കുറവാണ്. പക്ഷേ എയർപോർട്ട് നമുക്ക് അത്യാവശ്യം ഗ്രാബ് ബുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് അത്യാവശ്യമാണ്. അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സിം എടുത്ത്, അത് ട്രൂ 5G എന്ന് പറഞ്ഞൊരു സിം എടുത്തത്. കുഴപ്പമൊന്നുമില്ല. എമിഗ്രേഷനിൽ TDAC ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്ത് ഒരു ബോർഡിംഗ് പാസും കൊടുത്ത് അവർ 4 പേരിലും തമ്പ് പേരിലും അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഫേസ് ഒരു സ്കാൻ ചെയ്ത് എന്നിട്ട് നമ്മൾ പോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇമിഗ്രേഷൻ പക്ഷെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പോകേണ്ട കണക്ഷൻ ഉള്ളവർക്കൊക്കെ നേരത്തെ പോകണം ബെറ്റർ. വിസ ഓൺ അറൈവൽക്ക് എല്ലാവരും പറഞ്ഞു വിടുന്നുണ്ട്. അവര് അങ്ങോട്ട് പോകരുത്, അവർ പറഞ്ഞിട്ടാലും നേരെ പോവാം, ഇമിഗ്രേഷനിക്ക് പോവാം. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഗ്രാബ് നോക്കിയപ്പോൾ ഏകദേശം 500 തായ് ബാത്താണ് കാണിച്ചത്. അപ്പം 500 തായ് ബാത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് റെയിൽ ലിങ്ക് നോക്കിയപ്പോൾ ആകെ 160 വരുള്ളൂ. എത്ര തായ് ബാത്ത് ലാഭമല്ല. അപ്പോൾ റെയിൽ ലിങ്ക് പോയി നോക്കണമെങ്കിൽ പഠിക്കാമല്ലോ നമുക്ക് റെയിൽ ലിങ്ക് എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മൾ റെയിൽ ലിങ്ക് പോകണം, കാണാം. തായ്ലാൻഡിലെ ബാങ്കോക്കിലുള്ള സുവർണഭൂമി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ B ലെവലിലേക്ക് ഇറങ്ങാം. താഴത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് റെയിൽ ലിങ്ക് കിട്ടും.
അപ്പോൾ ഗ്രാബ് നോക്കിയപ്പോൾ ഏകദേശം 1,500 മുകളിൽ ഭാഗത്ത് കാണിച്ചപ്പോൾ റെയിൽ ലിങ്കിൽ അത്ര ഇല്ല, 100 സംതിങ് ഉള്ളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് റെയിൽ ലിങ്കിലേക്ക് പോയി ഞങ്ങൾ ക്യാഷ് ഇട്ടിട്ട് നോക്കി. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക് മെഷീനിൽ ക്യാഷ് ഇട്ട് നോക്കിയപ്പോൾ അതിൽ നമുക്ക് ക്യാഷ് എടുക്കണില്ല. സോ അവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്ത് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ മക്കാസാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എന്താ പറയുക നാന BTS നാന എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്ക് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഫായത്തായിൽ ഇറങ്ങിയിട്ട് ഇറങ്ങി കയറിയാൽ മതി, മക്കാസാലിൽ ഇറങ്ങേണ്ട പറഞ്ഞു. അങ്ങനെ ഫായത്തായിലേക്കുള്ള ട്രെയിൻ എടുത്ത് എന്ത് ചെയ്ത് എന്നിട്ട് ഫായത്തായിൽ ഇറങ്ങിയിട്ട് നമ്മൾ ലൈൻ മാറും, സുഖുംവിത്ത് ലൈനിക്ക് മാറും. സുഖുംവിത്ത് ലൈനിക്ക് മാറിയിട്ട് എന്ത് ചെയ്യും BTS നാന എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഞങ്ങളെ എയർപോർട്ട് ഇത് വരുന്നത്, ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഹോട്ടൽ എടുത്തിരുന്നത് എന്താ പറയുക ബോസ് സ്യൂട്ട് നാന, അത് BTS സുഖുംവിത്ത് സോയ് 4 എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ BTS നാനയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ നടന്നിട്ടാണ് എന്ത് ചെയ്തത് ബോസ് സ്യൂട്ട് എന്ന ഹോട്ടലിലേക്ക് പോയത്. ഫൈനലി ഞങ്ങളെ റൂമിലെത്തി. ഏകദേശം 3,800 റുപ്പീസാണ് ഇപ്പോൾ സീസണിൽ കേട്ടോ. ഓഫ് സീസണിൽ ഇതിൻ്റെ റേറ്റ് പറയും, കുഴപ്പമൊന്നുമില്ല. നോർമൽ റൂം എന്താ പറയുക AC ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇന്ന് നൈറ്റ് മാത്രം കിടക്കാൻ, നാളെ പോകാനുള്ളല്ലോ ഫോക്കറ്റൊക്കെ. സോ അതിൻ്റേതായ കുറഞ്ഞ റൂം അടുത്തുണ്ട്. ഇതാണ് ടോയ്ലറ്റ്, ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ ഷാമ്പൂ കണ്ടീഷണർ ഷവർ ജെല്ലുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ ഷവർ ഏരിയ, അതേപോലെ തന്നെ ഇവിടെ ക്യാപ്ച്യൂൺ പൗഡറും കെറ്റിലുണ്ട്, പിന്നെ ടിഷ്യൂ, നിസ്കരിക്കാൻ ഒരു പായുണ്ട്, പിന്നെ ഇവിടെ ബാത്റൂം, പിന്നെ ഒരു സേഫ് ലോക്കർ ഉണ്ട്. യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ നിൽക്കണ ഹോട്ടൽ ഇതാ ബോസ് സ്യൂട്ട്സ്. ഇത് നാനന്നറിയും, സുഖുംവിത്ത് നാന 4. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലാണ്. ലോ പ്രൈസിന് നമുക്ക് നിൽക്കാൻ പറ്റിയ. ഞങ്ങളിപ്പോൾ 7-Eleven ഇറങ്ങിയതാ. ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 7-Eleven ഒരുപാട് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൂടെ മാംഗോ ജ്യൂസ്, ഒരുപാട് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല വയറിലായിട്ടുള്ള വയറൊക്കെ ഇതാ മേജി, ഇത് രണ്ടും കൂടി ഇവിടെ നമുക്ക് ഓരോ കുറേ പേസ്ട്രീസ് കാണാം. കേക്ക്, ക്രോസോണ്, അതേപോലെ തന്നെ ചോക്കോലാവ, ഇത് ഭയങ്കര ഫേമസ് ആണ് ചോക്കോലാവ കേക്ക്. കാരണം എല്ലാവരും നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൽ എല്ലാവരും ഡ്രിങ്ക്സ് എടുക്കുക. എന്നിട്ട് അവിടുത്തെ 2 ഡ്രിങ്ക് എടുക്കാം, മേജിൻ്റെ ചോക്ലേറ്റും ബനാനയുടെ തന്നെ മിക്സ് ആക്കുക. പിന്നെ സാൻഡ്വിച്ചിൽ വേണം, നമുക്ക് ഒരുപാട് സാൻഡ്വിച്ച് കാണിക്കും ചീസിൻ്റെ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഓയില്, അതേപോലെ തന്നെ നമ്മളെ സൂപ്പർമാർക്കറ്റുള്ള ലേസ് കാര്യങ്ങളൊക്കെ, ചീറ്റോസ്, ലേസ്, പീനട്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. ബീവറേജസ് ഉണ്ട്, ഇവിടെ ബീവറേജസ് ഉണ്ട് ഇഷ്ടംപോലെ, കുറേ സംഭവങ്ങളുണ്ട്. ഇത് പൈസ അവിടെ എടുക്കാം, പൈസ അവിടെ കൊടുക്കേണ്ട കാര്യം. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഒരു ജംഗ്ഷനിലെത്തി. സ്ട്രീറ്റാണ്, ഏതാ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ സുഖുംവിത്ത് സോയ് 4. ഭയങ്കര റഷാണ്.